ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസുകൾ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ എല്ലാ ദിവസവും നമ്മൾ ഓരോരോ സ്റ്റാറ്റസ് നമ്മുടെ വീട്ടിലുള്ള പല ഫംഗ്ഷൻസും കാര്യങ്ങളും ഫോട്ടോസും നമ്മൾ സ്റ്റാറ്റസ് ഇടാറുണ്ട്. പക്ഷെ ആ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് നമുക്ക് കുറച്ച് സ്റ്റൈലിഷ് ആക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ കൊടുക്കാനും മറന്നു പോകരുത്. നമ്മളെല്ലാവരും വാട്സപ്പിൽ ഡെയിലി സ്റ്റാറ്റസ് ഇടുന്ന ആളുകളാണ് അല്ലെ. സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് നമുക്ക് അടിപൊളിയാക്കിയിട്ട് നമുക്ക് സ്റ്റാറ്റസ് ഇടാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കാണിച്ചിരുന്നത്. അതായത് നമ്മൾ നേരെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്ഡേറ്റ്സ് ആ അപ്ഡേറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നമുക്ക് ആഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഒരു പ്ലസ് മാർക്കൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് ഇടാം. ഇവിടെ നമുക്ക് സ്റ്റാറ്റസുകളും ബാക്കിയുള്ളവരുടെ താഴേക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ആഡ് സ്റ്റാറ്റസ് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറിയിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടാൻ പറ്റും. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ലേഔട്ടിനെ കുറിച്ചുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചാനലിൽ കയറിയിട്ട് കാണാം. ഇവിടെ ഞാൻ ഈ ഒരു ഫോട്ടോ, ഒരു ഫാമിലി ഫോട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. കണ്ടില്ല, ഇവിടെ ഒരു ഫാമിലി ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫാമിലി ഫോട്ടോ അവിടെ ആഡ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായി നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, പിന്നെ ടെക്സ്റ്റ് കൊടുക്കാനുള്ള എഡിറ്റ് ബട്ടൺ ഒക്കെ ഉണ്ട്. പക്ഷേ ഈ കാണുന്ന ഒരു ലോഗോ ഉണ്ട്, ഐക്കൺ കണ്ടില്ലേ, ഇവിടെ നിന്ന് നമ്മളിന്ന് ക്ലിക്ക് ചെയ്യാം. ആ ലോഗോ മറന്നു പോകരുത്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലൊക്കേഷൻ ടൈം ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതൊന്നല്ല പറയുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇവിടെ കാണണമെങ്കിൽ ഒരു ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ആ ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഗാലറിയിൽ പോവുക, ആ ഫോട്ടോ എടുക്കുക. അവിടെ നമുക്കൊരു ഫ്ലവറിന്റെ ഒരു പിക്ചർ ആണ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ആ ലോഗോന്റെ മേലെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് ആ ഫ്ലവറിന്റെ മേലെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലവറിനെ നമുക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അവിടെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ആ ഫ്ലവറിന്റെ മേലെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലവറിനെ കണ്ടില്ലേ റീസൈസ് ചെയ്യാനും നമുക്ക് തിരിക്കാനും മറിക്കാനും ഒക്കെ പറ്റും. മാത്രമല്ല നമുക്ക് അതിന്റെ മേലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡബിൾ ടാപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഡിസൈൻസ് ഒക്കെ മാറ്റാൻ പറ്റും. നമുക്ക് ലവ് ഡിസൈനിൽ അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ ഇങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും. ഞാൻ ലവിലേക്ക് ആക്കിയിട്ട് ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് വളരെ സ്റ്റൈലായിട്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റും. 1, 2, 3, 4 ഇമേജുകളൊക്കെ നമുക്ക് ഇതേപോലെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിലേക്ക് അത് മാറ്റാം. എന്നിട്ട് നമുക്കിത് മൂവ് ചെയ്തിട്ട് എവിടേക്കാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ഇനി എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മേലെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡണ്ണ് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത് കണ്ടേ ഞാനിവിടെ റെക്ടാംഗിൾ ഷേപ്പിലേക്ക് മാറ്റണമെങ്കിൽ ആ രീതിയിലേക്ക് നമുക്കത് മാറ്റിയിട്ട് വെക്കാൻ പറ്റും. അതിനുശേഷം ചെയ്ത് കഴിഞ്ഞാൽ ഡണ്ണ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിന്റെ കൂടെ നമുക്ക് എന്തെങ്കിലും സൈസ് ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ കണ്ടില്ല, ഇവിടെ വെച്ചിട്ട് ഒന്ന് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് വിരലോട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ചെറുതായിക്കോളും. അതിനുശേഷം ഡണ്ണ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അതിലേക്ക് റെക്ടാംഗിൾ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് രീതിയിൽ വേണമെങ്കിലും ഷേപ്പുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്കത് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ട് നമുക്കൊന്ന് പ്ലേസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഏറ്റവും മുകളിലുള്ള മ്യൂസിക് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് സ്റ്റൈലായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് അറിയിക്കാൻ മറക്കരുത്.